ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ഡിന്നർ റെസിപ്പി ആയാലോ. പ്രത്യേകിച്ചൊന്നുമില്ല, ചിക്കൻ ഫ്രൈയും പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസും കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രൈയറിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അത് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്, പിന്നെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. പിന്നെ മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ അതാട്ടോ നല്ലത്. നമ്മൾക്ക് അതുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പാപ്രിക്ക പൊടിയാട്ടോ. നിങ്ങൾക്ക് പിന്നെ എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പാപ്രിക്ക പൊടി ഉപയോഗിക്കും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പിന്നെ മുളക് പൊടിയില്ലേ, അത് ഉപയോഗിച്ചാലും മതി. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതും എരിവിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഞാനിട്ട വെളുത്തുള്ളി കുറച്ചൊന്ന് പിന്നെ നന്നായിട്ട് അരഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളിടുമ്പോൾ നന്നായിട്ട് അരച്ചിടാൻ നോക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് വിനാഗിരി, പിന്നെ അതിൻ്റെ ഒരു പുളിപ്പ് നല്ല രസമാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ സോയാ സോസ്, പിന്നെ അത്രയും ആഡ് ചെയ്യുക. പിന്നെ വെളിച്ചെണ്ണ ഞാനിപ്പോൾ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, 1/2 ടീസ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഉപ്പ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച ചിക്കനില്ലേ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് കുറച്ച് സമയം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ നമ്മളത് എയർ ഫ്രയറിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെയാട്ടോ ഞാൻ ചിക്കൻ വെക്കുന്നത്. കാരണം അത് മെസ്സി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഡയറക്റ്റ് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എന്നിട്ട് അത് തേച്ച് ബാക്കിയുള്ള മസാലകളൊക്കെ ഞാൻ അതിൻ്റെ മേലെ ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചിലർ പിന്നെ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനകത്ത് നമ്മൾ മസാലയിൽ ആഡ് ചെയ്യാണ്ട് തന്നെ ഇതിനകത്തേക്ക് ഡയറക്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇത് ചെയ്യുന്നത് 200 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സിൽ കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്ന ചിക്കൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. അത് നിങ്ങളൊരു ഐഡിയ പോലെ ചെയ്താൽ മതി. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അങ്ങനെ ചെയ്തത്. അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന കേട്ടോ. ഞാൻ ക്യാരറ്റ് പിന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രോക്കലി ആൻഡ് കോളിഫ്ലവർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് കുഞ്ഞ് അപ്പച്ചമ്പഴ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ബോയിൽ ചെയ്തെടുക്കുക. അതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്നിട്ട് അത് കുറച്ച് സമയം പിന്നെ ബോയിൽ ചെയ്യാൻ വെച്ചു. ഒരു 4 മിനിറ്റ് വെച്ചതിന് ശേഷം എന്നിട്ടാണ് ഞാൻ ബ്രോക്കലിയും കോളിഫ്ലവറും ആഡ് ചെയ്യുന്നത്. എൻ്റെ ഇടയ്ക്ക് ചിക്കനൊന്ന് നോക്കി കേട്ടോ. പിന്നെ ചിക്കൻ അപ്പത്തേക്കും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു. അതിന് ഒരു 4 മിനിറ്റിന് ശേഷം പിന്നെ ബ്രോക്കലിയും കോളിഫ്ലവറും ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ വെജിറ്റബിൾസ് എല്ലാം ആയത് കുറച്ച് ബട്ടറിലേക്ക് ഈ ചൂടോടെ ഇതിട്ട് കഴിഞ്ഞാൽ തനി അങ്ങ് മെൽറ്റായി പോയിക്കോളും. അപ്പോൾ ഞാൻ ആ ബട്ടറിലേക്ക് തന്നെ ഒരു പാത്രത്തിൽ ബട്ടർ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ ഈ ചൂടോടെയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പിന്നെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, പെപ്പർ പൊടിയും പിന്നെ സോൾട്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പിന്നെ പൊടികൾ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഞാൻ ഇത് രണ്ടും മാത്രമേ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെ അടിപൊളി ഹെൽത്തി ഡിന്നർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.